എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ടീം ഇന്ത്യയുടെ കോടിക്കണക്കിന് വരുന്ന ആരാധകർക്ക് 2026-ൽ ഇതിലും വലിയൊരു സന്തോഷവാർത്ത ലഭിക്കാനുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. IPLന്റെ 19ാം സീസണിന് കൊടിയേറാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ലോക ക്രിക്കറ്റിനെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് BCCI ഇപ്പോൾ ഒരു കിടിലൻ മാസ്റ്റർ സ്ട്രോക്ക് കളിച്ചിരിക്കുകയാണ്. IPLന്റെ വെടിക്കെട്ടിന് തൊട്ടുമുമ്പ് ഇന്ത്യൻ ടീമിന്റെ അതിപ്രധാനമായ 2 പരമ്പരകൾ ബോർഡ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതെ, നീലക്കുപ്പായത്തിൽ നമ്മുടെ താരങ്ങൾ വീണ്ടും കളത്തിലിറങ്ങുകയാണ്. എന്നാൽ ഏവരെയും അത്ഭുതപ്പെടുത്തിയത് നായകസ്ഥാനത്തെക്കുറിച്ചുള്ള ആ ഒറ്റ തീരുമാനമാണ്. നാളുകളായി തനിക്ക് അർഹതപ്പെട്ട സ്ഥാനത്തിനു വേണ്ടി പോരാടുകയും ലോകകപ്പിൽ തന്റെ ആധിപത്യം അരക്കിട്ടുറപ്പിക്കുകയും ചെയ്ത സാക്ഷാൽ സഞ്ജു സാംസനെ ഈ 2 പരമ്പരകൾക്കുമുള്ള ഇന്ത്യൻ ടീമിന്റെ പുതിയ ക്യാപ്റ്റനായി നിയമിച്ചിരിക്കുകയാണ്. BCCIയുടെ ഈ വിപ്ലവകരവും ചരിത്രപരവുമായ തീരുമാനം ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നെറുകയിൽ ഇനി ഔദ്യോഗികമായി സഞ്ജു യുഗത്തിന്റെ സൂര്യോദയമായിരിക്കുന്നു. 2026 IPLന്റെ ആരവങ്ങളിലേക്ക് ലോകം ഉറ്റുനോക്കുമ്പോഴാണ് BCCI ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഷെഡ്യൂൾ അനുസരിച്ച് 2 വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലായി ആകെ 6 ഹൈ വോൾട്ടേജ് T20 മത്സരങ്ങളാണ് ഇന്ത്യ കളിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ ആദ്യ ലക്ഷ്യം മനോഹരമായ അയർലൻഡാണ്. അവിടുത്തെ വേഗതയേറിയതും ബൗൺസ് നിറഞ്ഞതുമായ പിച്ചുകളിൽ 3 ത്രില്ലിംഗ് T20 മത്സരങ്ങൾ നടക്കും. ഇതിന് തൊട്ടുപിന്നാലെ യാതൊരു വിശ്രമവുമില്ലാതെ ടീം ഇന്ത്യ സിംബാബ്വേയിലേക്ക് പറക്കും. അവിടെ വരണ്ടതും വെല്ലുവിളി നിറഞ്ഞതുമായ സാഹചര്യങ്ങളിൽ അടുത്ത 3 മത്സരങ്ങളുടെ കടുത്ത പരീക്ഷണം നേരിടേണ്ടതുണ്ട്. വരാനിരിക്കുന്ന IPLനും ICC ചാമ്പ്യൻഷിപ്പുകൾക്കുമായി രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി തുടങ്ങിയ ഇതിഹാസ താരങ്ങൾക്ക് ശാരീരികവും മാനസികവുമായ വിശ്രമം അനുവദിക്കാനാണ് ബോർഡിന്റെ ഈ വലിയ തന്ത്രം. ശാന്തവും എന്നാൽ ചടുലവുമായൊരു നേതൃത്വത്തെ ടീമിന് ആവശ്യമായി വന്ന ഈ നിർണായക ഘട്ടത്തിൽ ബോർഡ് പൂർണ്ണ വിശ്വാസമർപ്പിച്ചത് കേരളത്തിന്റെ സ്വന്തം ധീരനായ സഞ്ജു സാംസണിലാണ്. ആഭ്യന്തര ക്രിക്കറ്റിൽ കേരളത്തെ നയിച്ചും IPLൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകനായും തന്റെ തന്ത്രപരമായ മികവും നേതൃപാടവവും ലോകത്തിനു മുന്നിൽ തെളിയിച്ച സഞ്ജുവിന് അന്താരാഷ്ട്ര തലത്തിൽ താനൊരു വിജയകരമായ ലീഡറാണെന്ന് കാണിച്ചു കൊടുക്കാനുള്ള സുവർണ അവസരമാണിത്. അദ്ദേഹം ഔദ്യോഗികമായി ക്യാപ്റ്റനായി നിയമിക്കപ്പെട്ടതോടെ സോഷ്യൽ മീഡിയയിൽ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലുള്ള സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും ഒരു വലിയ കൊടുങ്കാറ്റാണ് ആഞ്ഞടിക്കുന്നത്. ട്വിറ്റർ മുതൽ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും വരെ എങ്ങും സഞ്ജുവിന്റെ പേര് മാത്രമാണ് അലയടിക്കുന്നത്. ആരാധകരുടെ ഒരു വലിയ കടൽ തന്നെ ഇന്റർനെറ്റിൽ ഇരച്ചെത്തിയിരിക്കുകയാണ്. വർഷങ്ങളായി സഞ്ജുവിന് അർഹതപ്പെട്ട ഈ സ്ഥാനം നൽകണമെന്ന് ആരാധകർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നതുകൊണ്ട് തന്നെ ഈ ആഘോഷങ്ങൾ തികച്ചും സ്വാഭാവികമാണ്. അയർലൻഡിലെ തണുത്ത കാറ്റിലും സിംബാബ്വേയിലെ ചുട്ടുപൊള്ളുന്ന വെയിലിലും സഞ്ജുവിന്റെ നിർഭയവും ആക്രമണോത്സവവുമായ ബാറ്റിംഗ് ശൈലി റൺമല തീർക്കുമെന്നും അദ്ദേഹത്തിന്റെ ശാന്തവും തന്ത്രപരവുമായ ക്യാപ്റ്റൻസി ഭാവിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ പോകുന്ന യുവതാരങ്ങൾക്ക് വലിയൊരു ഊർജ്ജമാകുമെന്നും ക്രിക്കറ്റ് വിദഗ്ധർ ഉറപ്പിച്ചു പറയുന്നു. ഈ പരമ്പരകൾക്കുള്ള ടീം സെലക്ഷനിൽ BCCIയുടെ പുതിയതും ധീരവുമായൊരു കാഴ്ചപ്പാട് വ്യക്തമാണ്. രഞ്ജി ട്രോഫിയിലെ ദുഷ്കരമായ മത്സരങ്ങളിലും സയ്യദ് മുഷ്താഖ് അലി ട്രോഫിയിലും തങ്ങളുടെ വെടിക്കെട്ട് ബാറ്റിംഗും കൃത്യതയാർന്ന ബൌളിംഗും കൊണ്ട് സെലക്ടർമാരെ ഞെട്ടിച്ച് ഇതുവരെ അവസരം ലഭിക്കാത്ത നിരവധി യുവപ്രതിഭകൾക്ക് നീല ജേഴ്സി അണിയാൻ അവസരം ലഭിക്കുകയാണ്. സഞ്ജുവിന്റെ കീഴിൽ ഈ യുവാക്കൾ കളിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമാണ്. BCCI സെക്രട്ടറി ജയ് ഷാ തന്നെ വ്യക്തമാക്കിയതുപോലെ ഇതൊരു യാദൃശ്ചികമായ തീരുമാനമല്ല, മറിച്ച് അടുത്ത തലമുറ ടീം ഇന്ത്യയെ വാർത്തെടുക്കാനുള്ള തന്ത്രപരമായ നീക്കമാണ്. സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഗ്നിപരീക്ഷയാണ്. കാരണം അയർലൻഡിനെതിരെ ആക്രമണോത്സവത കാണിക്കേണ്ടി വരുമ്പോൾ സിംബാബ്വേക്കെതിരെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള തന്ത്രങ്ങളാണ് വേണ്ടത്. ഒരേ സമയം ക്യാപ്റ്റൻ, വിക്കറ്റ് കീപ്പർ, മിഡിൽ ഓർഡർ ബാറ്റർ എന്നിങ്ങനെ 3 വലിയ ചുമതലകളാണ് അദ്ദേഹം വഹിക്കേണ്ടത്. മാത്രമല്ല IPL 2026ന്റെ മഹാകുംഭത്തിനു മുൻപുള്ള ഈ പരമ്പര കോടികൾ മുടക്കാൻ കാത്തിരിക്കുന്ന ഫ്രാഞ്ചൈസി ഉടമകൾക്കും സ്കൗട്ടുകൾക്കും താരങ്ങളുടെ ഫോമും മാനസിക കരുത്തും വിലയിരുത്താനുള്ള ഒരു വലിയ റിപ്പോർട്ട് കാർഡ് കൂടിയാണ്. സഞ്ജുവിന്റെ വ്യക്തിപരമായ കരിയറിൽ ഏറ്റവും വലിയ വഴിത്തിരിവാകും ഈ പരമ്പര. വിദേശ മണ്ണിൽ ഇന്ത്യക്ക് ചരിത്ര വിജയവും ക്ലീൻ സ്വീപ്പും സമ്മാനിക്കാൻ സഞ്ജുവിന് കഴിഞ്ഞാൽ ഭാവിയിൽ ഇന്ത്യൻ T20 ടീമിന്റെ സ്ഥിരം ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന്റെ അവകാശവാദം ആർക്കും നിഷേധിക്കാനാവാത്ത വിധത്തിൽ അതിശക്തമാകും. സഞ്ജുവിന്റെ കീഴിലിറങ്ങുന്ന ഈ യുവനിരയും ചില്ലറക്കാരല്ല. ആദ്യ ഓവറിൽ തന്നെ എതിർ ബൌളർമാരുടെ താളം തെറ്റിക്കുന്ന യശസ്വി ജയ്സ്വാളിന്റെ സ്ഫോടകമായ ബാറ്റിംഗും അവസാന പന്തിലും മത്സരം വിജയിപ്പിക്കാൻ കഴിവുള്ള റിങ്കു സിംഗിന്റെ അതുല്യമായ ഫിനിഷിംഗ് മികവും ബാറ്റർമാരെ ക്രീസിൽ വട്ടം കറക്കുന്ന രവി ബിഷ്ണോയിയുടെ മാന്ത്രിക സ്പിന്നും എല്ലാം കൂടിച്ചേരുമ്പോൾ ഈ ടീം കടലാസിലും മൈതാനത്തും ഒരുപോലെ അജയരായി മാറുന്നു. എങ്കിലും അയർലൻഡും സിംബാബ്വേയും സ്വന്തം മണ്ണിൽ വമ്പന്മാരെ വീഴ്ത്താൻ കഴിവുള്ളവരായതിനാൽ സഞ്ജുവിന് ഈ യാത്ര പൂമെത്തയായിരിക്കില്ല. എന്നാൽ കടുത്ത സമ്മർദ്ദങ്ങളിലും ശാന്തത കൈവിടാത്ത സഞ്ജുവിനെ ക്രിക്കറ്റ് പണ്ഡിതന്മാർ ഇപ്പോൾ അടുത്ത ക്യാപ്റ്റൻ കൂൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇത് കേവലം ഒരു കളിക്കാരന്റെ വിജയഗാഥയല്ല, മറിച്ച് അവഗണനകളെയും വിമർശനങ്ങളെയും തന്റെ കഠിനാധ്വാനവും ക്ഷമയും കൊണ്ട് മറികടന്ന് ക്യാപ്റ്റൻസി കിരീടം ചൂടിയ ഒരു യഥാർത്ഥ നായകന്റെ പോരാട്ടത്തിന്റെ കഥയാണ്.
സുഹൃത്തുക്കളെ, IPLന് തൊട്ടുമുമ്പ് പ്രഖ്യാപിക്കപ്പെട്ട ഈ സുപ്രധാന പരമ്പരകളെക്കുറിച്ചും സഞ്ജു സാംസനെ ക്യാപ്റ്റനാക്കിയതിനെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സഞ്ജു ടീം ഇന്ത്യയുടെ വിജയകരമായ നായകനാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ക്യാപ്റ്റൻ സഞ്ജു എന്ന് താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. നിങ്ങൾ സഞ്ജു സാംസണിന്റെ ഒരു കടുത്ത ആരാധകനാണെങ്കിൽ, അദ്ദേഹത്തിന്റെ കീഴിൽ ഇന്ത്യ വിജയിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ടീം ഇന്ത്യയുടെ ഓരോ ന്യൂ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ ഇപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത അപ്ഡേറ്റുമായി വീണ്ടും കാണാം.